ഹായ് മകളെ, ഒരുപാട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡയലോഗാണ്. ഇനി പഠിച്ചാൽ A+ലേക്ക് എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങൾ ഞാൻ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യാം. എനിക്ക് പഠിച്ച കുറേ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട്, പക്ഷെ പലതും മറന്നു പോയിട്ടുണ്ട്. A+ നഷ്ടപ്പെടുമോ എന്ന ഭയമുണ്ട്. പക്ഷേ ഇനിയും ഞാൻ വിചാരിച്ചാൽ A+ നേടാൻ പറ്റുമോ എന്നുള്ളത്. പ്രിയപ്പെട്ട മക്കളെ, ഇതൊക്കെ നിങ്ങളുടെ തോട്ട് വരാനുള്ള റീസൺ നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിന്നാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിച്ച പല കാര്യങ്ങളും മറന്നു പോകുന്നുണ്ടാവും. ഈ മറവി എന്ന് പറയുന്നത് സ്വാഭാവികമാണ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ മറവിയെ ഓവർകം ചെയ്യാനുള്ള ഏറ്റവും നല്ല സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ അത് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ വീണ്ടും റിവൈസ് ചെയ്ത് നോക്കുക. പുതുതായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് സമയം കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത്, ഇനി നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് A+ കിട്ടുമെന്നുള്ള ഡൗട്ട് ഉണ്ട് എങ്കിൽ ആ ഡൗട്ട് വരാൻ ഒരു കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഓൾറെഡി കുറേ കാര്യങ്ങൾ പഠിച്ചു വന്ന കുട്ടികളായിരിക്കും. ഒന്നും അറിയാത്തൊരു കുട്ടി ഒരിക്കലും ഈ ഡൗട്ട് ചോദിക്കില്ല. കാരണം ഒന്നും അറിയാത്ത കുട്ടിക്ക് A+ കിട്ടുമോ എന്നല്ല, ഒന്നും അറിയാത്ത കുട്ടി ഏതെങ്കിലും ഒരു B+, ഒരു B ഗ്രേഡോ അല്ലെങ്കിൽ ഒരു C+, അല്ലെങ്കിൽ പാസ്സായി കിട്ടുമോ എന്ന ചിന്ത ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ അറിയുന്ന കുട്ടികൾ മാത്രമേ എന്തിലേക്ക് വരുള്ളൂ, ഈ ഒരു ചിന്തയിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് നിങ്ങളോട് പറയാണ്, അപ്പോൾ നിങ്ങൾ പഠിക്കാൻ മനസ്സുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ അത്രയും അടിപൊളിയായിട്ട് ഓരോ ലൈവ് ക്ലാസ്സുകളും ഓരോ സബ്ജക്റ്റുകളും നിങ്ങൾക്ക് മാരത്തോണുകളായിട്ട് നൽകിയിട്ടുണ്ട്. ഓരോ ചാപ്റ്ററുകളും ഡീപ്പായിട്ടും ഡീറ്റെയിൽ ആയിട്ടും അതിനൊക്കെ ക്വസ്റ്റ്യൻസുകൾ അടക്കം നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു ഐഡിയ മാത്രം, അല്ലെങ്കിൽ ഈ ഒരു കോൺഫിഡൻസ് മാത്രം മതി നിങ്ങൾക്ക് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ വേണ്ടിയിട്ട്. സോ മാക്സിമം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഓരോ മിനിറ്റുകളും നിങ്ങൾ പറ്റുന്ന അത്രയും ഹാർഡ് വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്ന കുട്ടികൾക്ക് മാത്രമാണ് എപ്പോഴും വിജയം കാണാൻ സാധിക്കുന്നത്. സോ എത്ര തന്നെയാണെങ്കിലും നിങ്ങൾ ഇനി പഠിച്ചാൽ കിട്ടുമോ എന്നൊരു ചോദ്യം മാറ്റി വെച്ചുകൊണ്ട് ഇനി ഉള്ള സമയം മാക്സിമം പഠിച്ചിട്ട് ആ റിസൾട്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ കളിയാക്കിയവരുടെ കൂട്ടത്തിൽ നിങ്ങളുടെ പാരൻസ് ഉണ്ടാവും, നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാവും, നിങ്ങളുടെ ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങളെ കൊണ്ടൊന്നും ഒന്നിനും പറ്റില്ല, അല്ലെങ്കിൽ നീ ഒന്ന് വിചാരിച്ചാൽ A+ കിട്ടില്ല, അല്ലെങ്കിൽ നിനക്കാണോ A+ ഒക്കെ കിട്ടുന്നത്, എന്നിട്ട് അഹങ്കാരം കണ്ടില്ല എന്ന രീതിയിലൊക്കെ പല കുട്ടികളും ഒരു പക്ഷേ വെർബലി കേട്ടിട്ടുണ്ടാവും. സോ ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവച്ച് നടന്ന് പക വീട്ടുന്നതിന് പകരം ഇതൊക്കെ മനസ്സിൽ കൊണ്ടുവച്ച് നടന്ന് പേപ്പറിൽ പക വീട്ടിക്കൊണ്ട് A+ വാങ്ങിക്കൊടുത്ത് അന്തസ്സോടുകൂടി അവരുടെ മുന്നിൽ നിൽക്കാനുള്ളൊരു ശക്തി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് പറ്റുന്ന അത്രയും നിങ്ങൾ ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ കൂടെ നിങ്ങൾ ഒരാളായിക്കൊണ്ട്, നിങ്ങളുടെ കൂട്ടുകാരനായിക്കൊണ്ട് ഞങ്ങളൊക്കെ ഉണ്ടാകും. നിങ്ങൾക്ക് A+ കിട്ടുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ മാക്സിമം അടിപൊളിയാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. Bye-bye.